അത് ശരിയാണ്. അടിയോട് ഇടിയെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറയല്ലേ, ഒരു അലവലാതി പാർട്ടിയായിട്ട് മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്ന BJP ഒരു അലവലാതി പാർട്ടിയായി മാറിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ നിൽക്കുമോ? കണ്ടില്ലേ കോർപ്പറേഷൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയണത്? നമ്മൾ പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലുണ്ടാകും. അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത്. ഇത് മൈക്ക് കെട്ടി പറയണമെന്ന് നടക്കുന്നത് അത് വളരെ മോശം. മാത്രമല്ല ഈ BJPയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. പാർട്ടിയെ കൊണ്ടൊരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ചടക്കമില്ല. വാളെടുത്തവർ എല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയാണ്. എത്രയായാലും ആര് ചെയ്താലും അത് ശരിയല്ല. ഏത് പാർട്ടി ആയാലും ശരിയല്ല. സുരേന്ദ്രൻ ശരിക്കും ആ പോസ്റ്റ് ഇരിക്കാൻ പ്രാപ്തനാണോ? അത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പ്രാപ്തി ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അതൊക്കെ അതാണ് പാർട്ടിക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്കതിനകത്ത് ഒരു കാര്യമില്ല. ഞാനും ആ സുരേന്ദ്രനുമായിട്ട് അനുമാത്രം വലിയ അടുപ്പമില്ല. കാരണം അവരൊക്കെ വടക്കുള്ളവരില്ലേ. ഈ ഇവിടെയുള്ള ഞാനുമായിട്ട് അത്രയും വലിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഇൻട്രാക്ഷൻ ഉണ്ടാകാന്ന് വെച്ചാൽ പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്ക് ഒട്ടും സാധിച്ചിട്ടില്ല. പിന്നെ അവര് സുരേന്ദ്രനെ വെക്കണോ ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരുമില്ല. അവരുടെ പാർട്ടിയല്ലേ. ആ പാർട്ടി വെച്ചിട്ട് അതിന്റെ ജയവും പരാജയവും ഒരു പാർട്ടി ഏറ്റെടുത്തോട്ടെ. നമുക്കിപ്പോൾ എന്താ കാര്യം? പൂച്ചക്ക് പൊന്നൂക്കെടുത്ത് പല കാര്യമുണ്ട്. അത് അവരോട് ചോദിക്കണം. എനിക്കറിയാം. ഞാൻ NDAയുടെ ആരുമല്ല.